ഹായ് നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടാറുണ്ടോ? അതായത് ഡിസിഷൻ മേക്കിംഗ് കൺഫ്യൂഷൻ എന്ന് പറയുന്ന സംഭവം മനുഷ്യന് പ്രത്യേകിച്ചൊരു വീട് വാങ്ങാൻ പോകുമ്പോൾ വളരെ കൺഫ്യൂസ്ഡാണ്. വേണോ വേണ്ടയോ. അപ്പം അവസാനം കറങ്ങി തിരിഞ്ഞ് ഒരിടത്തെത്തും. ഒരു സെലക്ഷൻ നമ്മൾ എത്തിയിട്ട് പിന്നെയും ആലോചിക്കും വേണോ വേണ്ടയോ. അപ്പം ഇത് തന്നെയാണ് ഒരു വസ്തു വാങ്ങിക്കാൻ പോകുമ്പോഴും പലർക്കും ഉണ്ടാകുന്ന കൺഫ്യൂഷൻ. വാസ്തു കൺസൾട്ടൻ്റ് വരും, വാസ്തു കൺസൾട്ടൻ്റ് നോക്കും, അതിൻ്റെ പ്ലസും മൈനസും പറയും. അല്ലെങ്കിൽ നമ്മൾ മറ്റ് സ്റ്റഡികളിൽ അവിടുത്തെ ഒരു ലോക്കൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യും. ഒരുപാട് ലാൻഡ് അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണെന്ന് മനസ്സിലാവും. എന്നാലും പിന്നെയും വാങ്ങണോ വേണ്ടയോ എന്നിങ്ങനെ തീരുമാനങ്ങൾ നീണ്ടു പോകും. അപ്പോൾ ഇത്തരക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ നിർദ്ദേശിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇത്. പല രീതിയിൽ നമ്മൾ പണ്ട് ഇപ്പം അസ്ട്രോളജിയിൽ പ്രശ്നം വയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞതുപോലെ പല രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാനത് പ്രത്യേകിച്ച് ഭൂമിയുടെ കാര്യത്തിൽ ഇത് വളരെ ശരിയായി വന്നിട്ടുണ്ട്. പലരും പ്ലോട്ട് വാങ്ങിയ സമയത്ത് ഇതുപോലത്തെ സെലക്ഷൻ പ്രൊസീജിയറിലൂടെ കടന്നുപോയപ്പോൾ അവർക്ക് ഞാനിത് പറഞ്ഞു കൊടുക്കുകയും അവർ ചെയ്യുകയും ചെയ്തിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് ആ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ആ ബൈ കൊണ്ട് ഒരുപാട് നല്ലതേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു പ്ലോട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു പ്ലോട്ടിൽ പോയിട്ട് നിങ്ങൾ നിന്നു, വാങ്ങാനുള്ള തീരുമാനം. അപ്പോൾ നമ്മൾ പലരോടും ചോദിക്കും, നമുക്ക് ഇഷ്ടമുള്ളവരോടും നമ്മുടെ ഡിസിഷനെ സ്വാധീനിക്കാൻ ശക്തിയുള്ള മറ്റാൾക്കാരോടും ഒക്കെ നമ്മൾ സംസാരിക്കും. അപ്പോൾ അവരെല്ലാം പല അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ വീണ്ടും കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, ഇത്തരം ഒരു ഡിസിഷൻ, ഒരു പ്ലോട്ട് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ്, അല്ലെങ്കിൽ നിങ്ങളാണ് അതിൻ്റെ ഒരു ഡിസിഷൻ മേക്കറായി വരേണ്ടത്. പ്രകൃതിയിൽ നിങ്ങൾക്കവിടെ ഒരു ആവാസസ്ഥാനം അല്ലെങ്കിൽ ഒരു വാസസ്ഥാനം ഉണ്ടാക്കിയെടുക്കാനുള്ള അനുഗ്രഹമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. അപ്പം അത്തരത്തിൽ ഞാൻ നിർദ്ദേശിക്കുന്നത്, ഇതിന് രണ്ട് രീതിയിൽ നമുക്ക് കാണാം. മതപരമായിട്ട് ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള ആചാരങ്ങളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇതൊരു കോമൺ ആയിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്. ഞാനൊരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാൾക്ക് നിർദ്ദേശിച്ച ഒരു കാര്യം, അതിപ്പം ക്രിസ്ത്യൻ മതത്തിലുള്ള ആൾക്ക് അവരുടെ രീതിയിൽ വേണമെങ്കിൽ അത് ചെയ്യാം. ഞാൻ ഹിന്ദു മതത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ഞാൻ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ ഒരാൾക്ക് നിർദ്ദേശിച്ചത് 7 ദിവസം കഴിഞ്ഞ് തീരുമാനം എടുത്താൽ മതി എന്ന് ആദ്യം പറഞ്ഞു. അതിൻ്റെ ഒരു അസസ്മെൻ്റൊക്കെ ചെയ്തതിന് ശേഷം, പ്ലോട്ടിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പറഞ്ഞതിന് ശേഷം 7 ദിവസം കഴിഞ്ഞിട്ട് തീരുമാനം എടുത്തപ്പോൾ 7 ദിവസം കഴിഞ്ഞ് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചെയ്യാൻ പറഞ്ഞത്, ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് 4 നാളികേരം ഉടച്ചതിന് ശേഷം ഒരു വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ പിക്ചർ വച്ചിരിക്കുന്നതിൻ്റെ അവിടെ ഒരു ചെറിയ ചെപ്പിൽ ഒരു 2 തുണ്ട് എഴുതി വയ്ക്കുക. യെസ് നോ എന്നല്ലെങ്കിൽ വേണം വേണ്ട, ഇങ്ങനെ 2 തുണ്ടുകൾ, ഈക്വലായിട്ടുള്ള തുണ്ടുകളെ നല്ല രീതിയിൽ കറക്റ്റായിട്ട് ഒരേപോലെ ഫോൾഡ് ചെയ്ത് അതിനകത്ത് വച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് വയ്ക്കുക. വച്ചതിന് ശേഷം ഈ ഒരാഴ്ച വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു 7 ദിവസം കഴിഞ്ഞ് നേരെ രാവിലെ കുളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇതിനകത്ത് നിങ്ങൾ ആ തുണ്ടെടുക്കുക. അതിൽ യെസ് ആണ് വരുന്നെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ഗോ അഹെഡ്, നോ ആണ് വരുന്നെങ്കിൽ ഡോണ്ട് ഗോ. അപ്പം നമ്മൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം. നമ്മളിതിനെ വിശ്വസിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കാര്യം ഇതിലെന്ത് തീരുമാനം വന്നാലും ഞാനത് നടപ്പിലാക്കും. ഇനി അത് എടുത്തപ്പോൾ യെസ് വന്നു, പക്ഷെ പിന്നെയും വാങ്ങാനുള്ള ആഗ്രഹം ഇല്ല, അല്ലെങ്കിൽ നോ വന്നു പക്ഷേ വാങ്ങാനുള്ള ആഗ്രഹം പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഘട്ടങ്ങളിൽ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ ഇത് വർക്കൗട്ട് ആവില്ല. ഇത് വർക്കൗട്ട് ആവണമെങ്കിൽ ക്ലിയറായിട്ട് നിങ്ങൾക്കൊരു യെസ് കിട്ടണം ആണെന്നുണ്ടെങ്കിൽ ആ ക്ലിയർ യെസ് തന്നെ കിട്ടും. അപ്പോൾ ഇതിലൊരു സറണ്ടർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മൾ ഇത്തരം ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് പ്രകൃതിക്ക് സറണ്ടർ ആവുക അല്ലെങ്കിൽ ദൈവത്തിന് സറണ്ടർ ആവുക എന്നുള്ളത് വലിയ കാര്യമാണ്. സമർപ്പണം എന്ന് പറയില്ല. അപ്പോൾ ആ സമർപ്പണ മനോഭാവത്തോടുകൂടി ഇത് ചെയ്തു കഴിഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കാൻ ഇത് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് പരീക്ഷിക്കാം. പക്ഷേ എന്ന് വെച്ച് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും പോയി കുലുക്കി ഇടണം അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് നമ്മുടേതായ മേധാശക്തി നമുക്ക് ഉപയോഗിക്കാം, തീരുമാനം എടുക്കാം, അതെല്ലാം ചെയ്യാം. പക്ഷേ ഇത്തരം കൺഫ്യൂഷൻസ് വാസ്തുവിലൊക്കെ വരുമ്പോഴത്തേക്കും ഇത് വളരെ എഫക്റ്റീവായിട്ട് കാണും. കാരണം വാസ്തുവിൽ ചിലപ്പോൾ ഈ ഡിസിഷൻസ് വേവറിങ് ആയിട്ട് നമ്മളൊരു പ്ലോട്ടിൽ പോയി നിൽക്കുമ്പോൾ
ചില പ്ലോട്ടുകൾ നമ്മളെ അട്രാക്റ്റ് ചെയ്യും. അത് ചിലപ്പോൾ നമുക്ക് നല്ലതാവണമെന്നില്ല, പക്ഷെ ആ പ്ലോട്ട് നമ്മളെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഭൂമിയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഭൂമി പരിശുദ്ധയാണ്, ഭൂമി മാതാവായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പോൾ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമി മോശമാണെന്നൊരു കാഴ്ചപ്പാടിൽ നമ്മൾ ഒരിടത്തും പോയി നിൽക്കാൻ പാടില്ല. പക്ഷേ ഇത്തരം സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു നമ്മുടെ ഉള്ളിലൊരു നമ്മൾക്കിത് വേണം എന്നൊക്കെ തോന്നുന്ന ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ചിലപ്പം ഉണ്ടാവാം. അത്തരം സിറ്റുവേഷനിൽ അത് ശരിയാണോ, നിങ്ങൾക്ക് ആ ഭൂമിയിൽ ഒരു വീട് വെച്ചാൽ നല്ലതുണ്ടാകുമോ എന്നൊന്നും നിങ്ങൾക്ക് അറിയാത്തൊരു ഘട്ടം വരും. അപ്പം നമുക്കിപ്പോൾ ദൈവജ്ഞന്മാരോ അല്ലെങ്കിൽ വാസ്തു കൺസൾട്ടൻസ് അല്ല, അല്ലെങ്കിൽ നമുക്ക് അത്തരം അറിവുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ നമുക്ക് പലതും നമ്മുടെ തീരുമാനം എടുപ്പിക്കാം. പക്ഷേ അൾട്ടിമേറ്റ് ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ നല്ല ടിപ്പുമായി ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ നന്ദി, നമസ്കാരം.